കുറുക്കഞ്ചേരി JP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വയോജന ദിനാചരണം ശ്രദ്ധേയമായി. വടൂക്കര EK നായനാർ സ്മാരക ഹാളിൽ നടന്ന ദിനാചരണം ഡിവിഷൻ കൗൺസിലർ PC ജ്യോതിലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ED തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാനാധ്യാപിക CS വൃന്ദ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ TK വിജയരാഘവൻ, PTA പ്രസിഡന്റ് VP സേവ്യർ, സ്റ്റാഫ് സെക്രട്ടറി ഷീബ ആന്റണി, KE സിന്ധു എന്നിവർ സംസാരിച്ചു. വയോജന ദിന സന്ദേശ റാലി, വയോധികരെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. അധ്യാപകരായ KG ആശ, VG ബിന്ദു, ഷീബ ആന്റണി, PN റീന, KG അനിത, ജോയ്സി ജോസ്, നിറ്റി ഫ്രാൻസിസ്, PR നിഷ, ഷെമി വർഗീസ്, ബാലൻ, സാജൻ ആൻഡോ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. 2 വർഷമായി അവർ ഈ പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അവർ കൂടുതൽ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പരിപാടികൾ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. പണ്ടെല്ലാം നമ്മളുടെ ബാല്യകാലത്തൊക്കെ മുത്തശ്ശി കഥകളും അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെ ഒക്കെ കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നിരുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് അച്ചാച്ചനോടോ അമ്മാമ്മയോട് സംസാരിക്കാൻ പോലും നേരമില്ലാത്ത വിധം കുറെ മാധ്യമങ്ങളുടെ TV, സെൽഫോൺ അങ്ങനെയുള്ള മാധ്യമങ്ങളിലാണ് അവർ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റ് നേരെങ്കിലും നമ്മളുടെ അച്ചാച്ചനോടും അമ്മാമ്മയോടും സംസാരിക്കാനുള്ള ഒരു നേരം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് തന്നെ അവർക്ക് വളരെയധികം ആശ്വാസമുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ വീട്ടിൽ നിന്ന് വന്ന അവിടെ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാ അംഗങ്ങളെയും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പരിപാടി വളരെയധികം വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെ അപ്പനും കുട്ടികളുടെ അപ്പാപ്പനും കൂടി ഒരു കാറിൽ യാത്ര ചെയ്ത് വരികയാണ്. ഇത് വരുമ്പോൾ ഒരു വീടിൻ്റെ പരിസരത്ത് നല്ലൊരു മാവ് നിൽക്കുക. ആ മാവിൻ്റെ അടുത്ത് നമ്മളൊക്കെ പണ്ട് കാണുന്നത് പോലെ ഈ തലച്ചുവടൊക്കെ ഇറക്കി വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു കല്ലൊക്കെ ഇല്ല. ആ കല്ലിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അപ്പൻ ഇവിടെ ഇരിക്കട്ടോ, ഞങ്ങൾ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ അവിടെ ഇരുന്ന് 4 മണി കഴിഞ്ഞ് 5 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പിന്നിലായിട്ടൊരു വീടുണ്ട്. ആ വീട്ടുകാരോട് ചോദിച്ചു, എന്താ അപ്പച്ചവിടെ ഇരിക്കണേ? അല്ല, എൻ്റെ മോനിപ്പോൾ വരും, അവനെ കാത്തിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഇരിക്കുന്ന സ്ഥലത്തൊരു സ്ട്രീറ്റ് ലൈറ്റും കത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ 8 മണിയായപ്പോൾ വീട്ടുകാർക്കൊരു ഭയം, ഇവരാളെ തന്നെ എടുത്തിട്ടല്ലേ പോയിരുന്നു. അങ്ങനെ വീട്ടുകാർ നാട്ടുകാരെ അറിയിച്ചു. നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞ് ഈ ആളെ പോലീസുകാർ വന്ന് കൊണ്ടുപോയി. ഉത്തരവാദിയൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ അപ്പൻ ഞങ്ങൾക്ക് പല കാര്യത്തിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്.